നമ്മളെല്ലാ ട്രേഡേഴ്സും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതേപോലെ തന്നെ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓവർ ട്രേഡിങ് ഇല്ലാതാക്കുക എന്നുള്ളത്. ശരിയല്ലേ? അപ്പോൾ ഞാനും ട്രേഡിങ്ങിൽ തുടക്കകാലത്ത് പരമാവധി ശ്രമിച്ചേരുന്ന കാര്യമാണ് ഓവർ ട്രേഡിങ് എങ്ങനെയാണ് നമുക്കത് ഒഴിവാക്കാൻ പറ്റുക. അപ്പോഴാണ് എന്തുകൊണ്ട് ഓവർ ട്രേഡ് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ എന്റെ മുന്നിൽ വന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, അതായത് നമ്മളൊക്കെ എങ്ങനെയാണ് ട്രേഡിങ്ങിലേക്ക് വന്നത്. അതായത് വേറെ ആരുടെയോ ഒരു സക്സസ് സ്റ്റോറി കേട്ടിട്ട് ട്രേഡിങ്ങിൽ എന്തെങ്കിലും കാശുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സക്സസ് സ്റ്റോറി കേട്ടിട്ടായിരിക്കും നമുക്കും അദ്ദേഹത്തെ പോലെ ആകണം, ഒരു ചെറിയ വരുമാനം ട്രേഡിങ്ങിൽ നിന്ന് നമുക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റണം എന്നൊരു ആഗ്രഹം കൊണ്ടും ഒരു മോട്ടിവേഷൻ കൊണ്ടായിരിക്കും നമ്മൾ ട്രേഡിങ്ങിലേക്ക് വന്നത്. ശരിയാണ്. പക്ഷെ അന്നേ വരെ നമുക്ക് ഉള്ള അറിവ് എന്താണ്? അതായത് എന്ത് ജോലിയാണെങ്കിലും കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം കിട്ടും. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു തോട്ട് പ്രോസസ്സ്. അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കി, അതായത് കൂടുതൽ ട്രേഡുകൾ എടുക്കണം. ഇതായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത്. കൂടുതൽ ട്രേഡ് എടുത്താലേ കൂടുതൽ കാശ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതൽ ട്രേഡുകൾ എടുക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ തോട്ട് പ്രോസസ് ശരിയാണ്. അതായത് നമുക്ക് കൂടുതൽ ട്രേഡ് എടുത്താലേ നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള കാശ് കിട്ടത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ ട്രേഡ് എടുക്കുക. പക്ഷേ ഓരോ മാസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് പ്രോഫിറ്റിന്റെ കോളത്തിൽ ചിലപ്പോ ഒരു അല്ലറ ചില്ലറ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ബ്രോക്കറേജിന്റെ കോളത്തിൽ ഒരു ഒന്നൊന്നര ബ്രോക്കറേജ് ആയിരിക്കും. അതായത് പ്രോഫിറ്റും കഴിച്ച് ബ്രോക്കറേജ് ഒക്കെ കഴിച്ച് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, നഷ്ടത്തിലേക്കായിരിക്കും ചിലപ്പോൾ പോണത്. അപ്പൊ എനിക്ക് മനസ്സിലായി, കുറെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പോസിബിലിറ്റി വളരെ കുറവാണെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് തിരിച്ചറിയണത്. അപ്പോഴും പല വലിയ വലിയ ട്രേഡേഴ്സോ അല്ലെങ്കിൽ സോ കോൾഡ് പ്രോഫിറ്റബിൾ ആകുന്ന ഈ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ചില ട്രേഡേഴ്സ് പറയുന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ ചില ബുക്സിലൊക്കെ ട്രേഡിംഗ് സോൺ പോലത്തെ ബുക്സിലൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എണ്ണത്തിലല്ല കാര്യം, പക്ഷേ ക്വാളിറ്റിയിലാണ് കാര്യം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. കുറെ ട്രേഡുകൾ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല, പക്ഷെ ക്വാളിറ്റിയുള്ള ട്രേഡുകൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ട്രേഡറിന്റെ വിജയം എന്നുള്ളത്. അപ്പൊ ഞാൻ അപ്പോഴും ചിന്തിച്ചു തുടങ്ങി, എങ്ങനെയാ ക്വാളിറ്റിയുള്ള ട്രേഡ്? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ട്രേഡിന് എന്താ പ്രോബിലിറ്റി? ഒന്നെങ്കിൽ മേലോട്ട് പോലെ താഴോട്ട് പോകും, ഇതാണ് പ്രോബിലിറ്റി. അതിലെങ്ങനെ ക്വാളിറ്റി കണ്ടുപിടിക്കാൻ പറ്റും? ഇനി ക്വാളിറ്റി കണ്ടുപിടിച്ച് ട്രേഡ് എടുത്താൽ തന്നെ അത് ചിലപ്പോൾ ലോസ് അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോ വീണ്ടും മനസ്സിൽ ഓവർ തിങ്കിങ് ആയിരുന്നു, ഇത് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, ഒരു എത്തും പിടിയില്ല. അപ്പോൾ ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതൊക്കെ നമുക്ക് ഒരു ട്രയൽ ആൻഡ് എറർ എന്ന രീതിയിൽ മാത്രം നമുക്ക് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായ കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്താണ് ഈ പറഞ്ഞ സംഭവം എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? ഞാൻ ചെയ്യാൻ ശ്രമിച്ച കാര്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈക്വിറ്റി ഇൻട്രാഡേ ഉണ്ടല്ലോ, അപ്പൊ ഈക്വിറ്റി ഇൻട്രാഡേയിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി. അപ്പോൾ ആ സ്ട്രാറ്റജി വെച്ച് ഞാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഡേയുടെ ഹൈയും ലോവും വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ നോക്കുന്ന സമയത്ത് ഒരേ ദിവസം ഒരു പക്ഷെ 2-3 ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ നടക്കുന്നുണ്ട്. ഒരേ ദിവസം സെയിം സെറ്റപ്പ് 2-3 വട്ടം 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ അതിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, അതായത് പരീക്ഷണാർത്ഥമാണല്ലോ, ഇത്രയും നാൾ കുറെ ട്രേഡ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്നാ പിന്നെ പരീക്ഷണാർത്ഥത്തില് ഒരു കാര്യം ചെയ്ത് നോക്കാം. അതായത് ഈ സെറ്റപ്പിൽ വരുന്ന ആദ്യത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി, അതായത് 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, 3:30 വരെ മാർക്കറ്റ് ഉള്ള ടൈം. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഈ ട്രേഡിംഗ് സെറ്റപ്പ് പ്രകാരം വരുന്ന ട്രേഡ് ഏതാണോ അത് എക്സിക്യൂട്ട് ചെയ്യാം. അതിനുശേഷം ട്രേഡ് വരികയോ വരാതിരിക്കുകയോ മാറ്റർ ചെയ്യുന്നില്ല, ബാക്കിയുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലീവ് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എടുത്തു നോക്കാം, അത് ലോസ് ആണെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതായി. ഒരു മാസത്തെ ഒരു പരീക്ഷണമായിരുന്നു. ആ ഒരു മാസം പരീക്ഷ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ബ്രോക്കറേജ് ടാക്സ് എന്നുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ അത് ഗംഭീരം ഡ്രോപ്പ് ചെയ്തു. കാരണം എന്താ, നമ്മൾ ട്രേഡിലെ എണ്ണം വളരെ കുറവാണ്. ചില ദിവസം അതേ സെറ്റപ്പ് വരുന്നുണ്ടാവില്ല, അപ്പൊ എന്താ ആ ദിവസം ട്രേഡ് ഇല്ല. പക്ഷെ എങ്കിലും ഇത് നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ മാസം ഞാൻ ചെയ്ത് നോക്കിയെങ്കിലും ഇതിന്റെ ഇടയിൽ ഞാൻ പറയുന്നുണ്ട്, നാളെ തൊട്ട് ഞാൻ ഡിസിപ്ലിൻ, നാളെ തൊട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യും. എന്നിട്ട് ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് 2-3-4 ദിവസം ഡിസിപ്ലിൻ ആവും. 5-ാമത്തെ ദിവസം 6-ാമത്തെ ദിവസം എങ്ങാനും ഒരു ലോസ് എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും പണ്ടത്തെ അതേ പരിപാടി, വീണ്ടും അടുത്ത ട്രേഡ്. അപ്പൊ എനിക്കിത് നിർത്താൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ കൈവറ ഇങ്ങനെ. അപ്പോഴൊക്കെ എന്റെ തോട്ട് പോണത് ട്രേഡർ ആകണം എന്നുള്ളതായിരുന്നില്ല എന്റെ തോട്ട്, കാശ് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. അല്ലെ, കാശ് ഉണ്ടാക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് കൂടുതൽ ട്രേഡ് എടുക്കാൻ ഞാൻ നോക്കണത്. ആ തോട്ട് പ്രോസസ്സ് എന്നാണോ എനിക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളതായി എന്റെ ചിന്ത. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും മിററിൽ നോക്കിയിട്ട് പറയും, എടാ മെൻസ, നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നീ ചലഞ്ച് ചെയ്തത്. അതായത്
ഒറ്റ ട്രേഡ് മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയം മാത്രം ട്രേഡ് എടുക്കുന്ന ചലഞ്ച് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എടുക്കുക. പ്രോഫിറ്റോ ലോസോ ഒന്നും നോക്കേ വേണ്ട. ഈ പറഞ്ഞ പരിപാടി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ ഈ പണി നിർത്തി നീ വേറെ പണിക്ക് പോയിക്കോന്ന് ഞാൻ തന്നെ മിററിൽ നോക്കിയിട്ട് സംസാരിക്കുന്ന ഒരു പോയിന്റില് ഒരു 1-2 മാസം കുറച്ച് സ്ട്രഗിൾ ചെയ്തു കിട്ടാം. ഈ പറഞ്ഞ പോലെ നമുക്ക് വരുന്നില്ല, അത് റുട്ടീനിലേക്ക് വരുന്നില്ല, വീണ്ടും അറിയാതെ നമ്മളുടെ കയ്യിൽ തരിച്ച് ഓവർ ട്രേഡ് ചെയ്തു പോവുകയാണ്. ഒരു 3-ാമത്തെ മാസമോ 4-ാമത്തെ മാസം ആയപ്പോൾ ഇത് പ്രോപ്പർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അതായത് ഒരു മാസം ഫുള്ള് ഈ പറഞ്ഞ പരിപാടി ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞ കഥ, അതായത് ബ്രോക്കറേജും ടാക്സും ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കോളത്തിൽ പ്രോഫിറ്റ് ചെറുതായിട്ട് കണ്ടു തുടങ്ങി. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മുന്നത്തെ ഓവർ ട്രേഡ് ചെയ്യുന്ന സമയം വെച്ച് ഞാൻ കമ്പയർ ചെയ്തപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ള എല്ലാ ട്രേഡിനും 50-50 ആണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. നമ്മൾ കൂടുതൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സൈക്കോളജി നമ്മളുടെ മനസ്സിൽ ഇതിലിരിക്കത്തില്ല. കാരണം എന്താ, നമ്മൾ ട്രേഡ് എടുക്കുന്നു, അത് ലോസ് വരുന്നു, അപ്പൊ തന്നെ നമ്മൾ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ ട്രേഡ് ലോസ് ആകുമ്പോൾ തന്നെ നമ്മൾ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത ട്രേഡിന് പിന്നാലെ ഹണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനീഷ്യലി ആദ്യത്തെ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്താണ് നമ്മൾ കംപ്ലീറ്റ് ഫോക്കസ് നമ്മൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മൾ പറയും നമ്മൾ ഫോക്കസ്ഡ് ആണെന്ന് പറയുമെങ്കിൽ കൂടി നമ്മൾ ഇൻവോളണ്ടറിലി നമ്മൾ ആ ട്രാക്കിലേക്ക് നമുക്ക് പോവാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാറ്റിയിട്ട് ഒരു ട്രേഡ് എനിക്ക് പ്രോഫിറ്റ് വേണ്ട, ലോസ് എനിക്ക് ഒന്നും വേണ്ട, അത് ചെയ്ത് നോക്കാം എന്ന രീതിയിൽ ചെയ്തപ്പോ പ്രോഫിറ്റ് താനെ വന്നു. ഈ ഒരു അനുഭവമാണ് ആക്ച്വലി എന്റെ ട്രേഡിങ്ങിൽ വലിയൊരു വഴിത്തിരിവ്. അപ്പോ പ്രോഫിറ്റ് വേണം എന്നുള്ള ആഗ്രഹം വിട്ടിട്ട് ട്രേഡർ ആകണം, പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യണം, സിസ്റ്റത്തിനെ ഫോളോ ചെയ്യണം. കാശ് വേണ്ട എന്ന് വെക്കുന്ന സമയത്ത് സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുമ്പോൾ കാശ് താനെ നമ്മൾ PNL രേഖപ്പെടുത്തുകയാണ് സംഭവിക്കുന്നത്. ഇതാണ് എനിക്ക് സംഭവിച്ച കാര്യം ഇതാണ്. അല്ലാതെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ സിസ്റ്റത്തിന് എപ്പോഴാണോ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ആ സമയം എനിക്ക് മനസ്സിലായി പ്രോഫിറ്റബിൾ ആവാനായിട്ട് ഈ കാര്യം മാത്രം ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകണോ ആകണ്ടേ? പ്രോഫിറ്റബിൾ ആകണ്ടെന്നാണെങ്കിൽ ഓവർ ട്രേഡ് ചെയ്യുക. അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്തോ, ഇഷ്ടം പോലെ ട്രേഡ് എടുത്തോ. ഇനി അതല്ല പ്രോഫിറ്റബിൾ ആകണം എന്നുള്ളതാണെങ്കിൽ എന്ത് ചെയ്യുക, ട്രേഡിന്റെ എണ്ണം കുറയ്ക്കുക. നമുക്ക് ബാക്കിയുള്ള ജോലികളെ പോലെ തന്നെ ട്രേഡിൽ കൂടുതൽ ജോലി ചെയ്താൽ കൂടുതൽ കാശ് കിട്ടുന്ന പരിപാടിയല്ല. നമുക്ക് വേണ്ട പരിപാടി അല്ലെങ്കിൽ വേണ്ട ജോലി മാത്രം ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ വളരെ ലെസ് ആയിട്ട് വളരെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് സെറ്റപ്പ് വരുന്ന സമയത്ത് മാത്രം സമാധാനത്തോടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും ട്രേഡിങ്ങിൽ ഒരു കരിയർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ കണ്ടേക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരികയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് അനുഭവങ്ങൾ താഴെ കമന്റ്സിൽ നോട്ട് ചെയ്യുക.